യുഎസുമായുള്ള വ്യാപാര യുദ്ധം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ അമേരിക്കൻ വ്യോമയാന ഭീമനായ ബോയിങ്ങുമായുള്ള ഇടപാടുകൾ നിർത്തിവെച്ച് ചൈന. ബോയിങ് ജെറ്റ് വിമാനങ്ങൾ വാങ്ങുന്നത് നിർത്തിവെക്കാൻ വ്യോമയാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 145% ചുങ്കമാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രതികാര നടപടിയായി യുഎസ് ഉൽപ്പന്നങ്ങൾക്ക് ചൈന 125% തീരുവ ചുമത്തി. വിമാനങ്ങളെ കൂടാതെ യുഎസ് കമ്പനികളിൽ നിന്നും ഉപകരണങ്ങളും നിർമ്മാണത്തിനാവശ്യമായ മറ്റ് വസ്തുക്കളും വാങ്ങരുതെന്നും കമ്പനികൾക്ക് നിർദ്ദേശമുണ്ട്. ഉയർന്ന തീരുവ കാരണമുള്ള വർദ്ധിച്ച ചെലവുകൾ നികത്താൻ ബോയിങ് വിമാനങ്ങൾ വാടകയ്ക്കെടുത്ത എയർലൈൻ കമ്പനികളെ സാമ്പത്തികമായി സഹായിക്കാനും ചൈനയ്ക്ക് പദ്ധതിയുള്ളതായാണ് ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്തത്. പുതിയ താരിഫുകൾ പ്രകാരം യുഎസ് നിർമ്മിച്ച വിമാനങ്ങളുടെയും ഘടകങ്ങളുടെയും വില ഇരട്ടിയായി വർദ്ധിക്കും. ഇത് വിമാന കമ്പനികൾക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് കണ്ടാണ് സഹായ നടപടി. 50 വർഷത്തിലേറെയായി ചൈനയുടെ പാസഞ്ചർ കാർഗോ വ്യോമയാന സംവിധാനങ്ങളുടെ പ്രധാന കേന്ദ്രമാണ് ബോയിങ് വിമാനങ്ങൾ. ബോയിങ് വിമാനങ്ങളുടെ ഏകദേശം 25%-ഓളം ചൈനയാണ് ഉപയോഗിക്കുന്നതെന്നാണ് കണക്ക്. ചൈനയിലെ ഏറ്റവും മികച്ച 3 എയർലൈനുകളായ എയർ ചൈന, ചൈന ഈസ്റ്റേൺ എയർലൈൻസ്, ചൈന സദേൺ എയർലൈൻസ് എന്നിവയ്ക്ക് 2025 മുതൽ 2027 കാലയളവിൽ യഥാക്രമം 45, 53, 81 ബോയിങ് വിമാനങ്ങൾ വാങ്ങാനായി പദ്ധതിയുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ബോയിങ്ങിന് ഉപരോധം ഏർപ്പെടുത്തുന്നത് കമ്പനിയെ ഗുരുതരമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് ഭീഷണികൾക്കിടെ വ്യാപാര യുദ്ധം ശക്തിപ്പെടുത്തി ചൈനയും വിയറ്റ്നാമും. വിതരണ ശൃംഖലയും ഉൽപ്പാദനവും ഉൾപ്പെടെ നിരവധി മേഖലകളിൽ സഹകരിക്കാൻ ഇരു രാജ്യങ്ങളും ധാരണയായി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിന്റെയും വിയറ്റ്നാം സന്ദർശന വേളയിലാണ് പ്രഖ്യാപനമുണ്ടായത്. കരാറുകളുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. വിയറ്റ്നാമിന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് ചൈന. 46% ട്രംപ് വിയറ്റ്നാമിന് ഏർപ്പെടുത്തിയ തീരുവ. പാദരക്ഷകൾ, വസ്ത്രങ്ങൾ മുതൽ ഇലക്ട്രോണിക്സ് വരെയുള്ള മേഖലകളിൽ വിയറ്റ്നാമിന്റെ പ്രധാന കയറ്റുമതി വിപണിയാണ് യുഎസ്. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലെ ഏറ്റവും ഉയർന്ന താരിഫ് നിരക്കാണിത്. ആഗോള വ്യവസായ ഭീമന്മാർക്കും വിയറ്റ്നാമിൽ ഉൽപാദന കേന്ദ്രങ്ങളുണ്ട്. ട്രംപ് തീരുവ പ്രഖ്യാപിച്ചതോടെ രാജ്യത്തെ വ്യവസായ മേഖല അനിശ്ചിതാവസ്ഥയിലായി. ഷീ ജിൻ പിങ്ങിന്റെ സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും 40 സഹകരണ കരാറുകളിൽ ഒപ്പുവെക്കുമെന്നും വിയറ്റ്നാം ഉപപ്രധാനമന്ത്രി ബുയ് താൻ സൻ പറഞ്ഞിരുന്നു. വിയറ്റ്നാമീസ്, ചൈനീസ് ഔദ്യോഗിക മാധ്യമങ്ങളിൽ സംയുക്തമായി പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ ഒരു വ്യാപാര യുദ്ധത്തിലോ താരിഫ് യുദ്ധത്തിലോ വിജയികളില്ലെന്നാണ് ഷീ എഴുതിയത്. ഇരു രാജ്യങ്ങളും ബഹുമുഖ വ്യാപാര സംവിധാനം, സ്ഥിരതയുള്ള ആഗോള വ്യാവസായിക വിതരണ ശൃംഖലകൾ, തുറന്നതും സഹകരണപരവുമായ അന്താരാഷ്ട്ര അന്തരീക്ഷം എന്നിവ സംരക്ഷിക്കണമെന്നും ഷീ ലേഖനത്തിൽ വ്യക്തമാക്കി.